welcome to another video. Today we are starting the second module of subject A12, sensors and transducers. So first module we have finished all the topics. Okay. So the second module is all about thermal sensors. Thermal sensors ആണ് ചെറിയൊരു മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ അത്യാവശ്യം വലുതായിരുന്നു. സെക്കൻഡ് മൊഡ്യൂളൊക്കെ ചെറിയ മൊഡ്യൂൾസാണ്. നമുക്ക് വേഗം കവർ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്കൊരു ബേസിക്സ് ഐഡിയ എല്ലാത്തിൻ്റെയും ടേംസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് മൊഡ്യൂൾ കുറേയും കൂടി മനസ്സിലാക്കാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ ആദ്യത്തെ തെർമൽ സെൻസേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് RTD. അപ്പോൾ RTDനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ. ആദ്യം മൊഡ്യൂളിൻ്റെ സിലബസ് നോക്കാം. തെർമൽ സെൻസേഴ്സ്, അപ്പോൾ അതിൽ റെസിസ്റ്റൻസ് ചേഞ്ച് ടൈപ്പ് തെർമൽ സെൻസേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് RTD. അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ ടൈപ്പ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, അത്രയൊക്കെയാണ് കവർ ചെയ്യേണ്ടത്. അതുപോലെ തെർമിസ്റ്റർ എന്ന് പറഞ്ഞ അടുത്ത ടൈപ്പ് തെർമൽ സെൻസർ ഉണ്ട്. അതിൽ വേണ്ട മെറ്റീരിയൽസും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും. അതുപോലെ അടുത്ത കാറ്റഗറി തെർമോ EMF സെൻസേഴ്സ് എന്ന് പറയുന്നത്, അതിൽ വരുന്നതാണ് തെർമോ കപ്പിൾ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് ടൈപ്സ് ഇത്രയാണ്. ലാസ്റ്റ് IR റേഡിയേഷൻ സെൻസർ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളും ടൈപ്സും. ഇത്രയാണ്, ഈ ഒരു 4 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരു 4 വീഡിയോയിൽ കഴിയുന്ന ക്ലാസ്സേ ഉള്ളൂ, യൂണിറ്റ് 2. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തെർമൽ സെൻസർ എന്നുള്ള പേര്. തെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ ആണ്. അപ്പോൾ തെർമൽ സെൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന ഡിവൈസസ് ആയിരിക്കും തെർമൽ സെൻസേഴ്സ്. സോ ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് that measures the temperature of its environment, converts the input data into electronic data to record, monitor, signal temperature changes. അപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വേണം? അത് നമുക്ക് ഔട്ട്പുട്ട് ആക്കി തരണം. അപ്പോൾ അത് പലതരത്തിൽ വരാം. ഒന്നില്ലെങ്കിൽ നമ്മളുടെ തെർമോമീറ്റർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ സിഗ്നൽ ചെയ്യാം, ടെമ്പറേച്ചർ ചേഞ്ചസ് സിഗ്നൽ ചെയ്യാം, അതിൻ്റെ ഡാറ്റ ഇലക്ട്രോണിക്കിൽ കാണിക്കാം, ഇലക്ട്രോണിക് ഡാറ്റ കാണിക്കാം, ആ ഡാറ്റ റെക്കോർഡ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ സെൻസ് ചെയ്യുക, അതിൻ്റെ സെൻസ് ചെയ്തതിൻ്റെ ബേസിക് ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുക. ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുക. ആ ഔട്ട്പുട്ട് പലതരത്തിലും പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. 2 ബേസിക് ടൈപ്പാണുള്ളത് ടെമ്പറേച്ചർ സെൻസിങ്ങിന്. കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസിങ്ങും, അപ്പോൾ അടുത്ത എന്തായിരിക്കും? കോണ്ടാക്റ്റില്ല, നോൺ കോണ്ടാക്ട് ആയിരിക്കും അല്ലേ ടെമ്പറേച്ചർ സെൻസിങ്. അതും ഇപ്പോൾ നമുക്ക് അറിയാം അല്ലേ, ആദ്യമൊക്കെയും തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ പനി നോക്കുന്നുണ്ട്. ഡിജിറ്റൽ തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ കോവിഡ് സീസൺ ഒക്കെ ആയതിനു ശേഷം ഇപ്പോൾ എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാൽ ഏത് ഷോപ്പിലായാലും നമുക്ക് കാണാമല്ലേ, അവർ നമ്മുടെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെ കയ്യിൽ വെച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത്. വിച്ച് മീൻസ് അത് നോൺ കോണ്ടാക്ട് ടൈപ്പാണ് അല്ലേ. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ നമുക്ക് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസിങ് എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് സെൻസർ ടു ബി ഇൻ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ മീഡിയ ഓർ ഒബ്ജക്ട് ബീയിങ് സെൻസ്ഡ്. മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റിനായിട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നാലാണ് അത് കോണ്ടാക്ട് സെൻസേഴ്സ് ആവുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മോണിറ്റർ ടെമ്പറേച്ചർ ഓഫ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് ഓവർ ആൻ എക്സ്ട്രീംലി വൈഡ് ടെമ്പറേച്ചർ റേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് നോൺ കോണ്ടാക്ട് മെഷർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ യൂസസ് ദ റേഡിയേഷൻ ടു ഡിറ്റക്ട് ടെമ്പറേച്ചർ ചേഞ്ചസ്. അപ്പം ഇത് വരുന്നില്ല, കോണ്ടാക്ട് വരുന്നില്ല. അതുപോലെ തന്നെ ദർ ആർ വൈഡ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഓൺ ദ മാർക്കറ്റ് ടുഡേ, ഇൻക്ലൂഡിങ് തെർമോകപ്പിൾസ് ഉണ്ടാവും, റെസിസ്റ്റന്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ്, തെർമിസ്റ്റർ, ഇൻഫ്രാറെഡ് ആൻഡ് സെമി കണ്ടക്ടർ സെൻസേഴ്സ്. ഇതൊക്കെ തെർമൽ സെൻസേഴ്സിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യത്തേതായ RTD നിന്ന് തുടങ്ങാം. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ, RTD എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റെസിസ്റ്റൻസ് തെർമോമീറ്റർ. റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്നും പറയും. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇറ്റ് യൂസ് ടു ഡിറ്റർമിൻ ദ ടെമ്പറേച്ചർ. അറിയാലോ, ഇതെല്ലാവരും ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യാനാണ്. അത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു, എന്തിനെ ബേസ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് വരുന്നത്. എല്ലാവരും ചെയ്യുന്നത്, തെർമൽ സെൻസേഴ്സ് എല്ലാവരും ചെയ്യുന്നത് ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാന്നുള്ള കാര്യം തന്നെയാണ്. സോ ബൈ മെഷറിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെക്കാനിക്കൽ വയർ. ഇപ്പോൾ ഒരു മെക്കാനിക്കൽ വയറിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ് ഈ RTD ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്സ്. ദിസ് വയർ ഈസ് റെഫർഡ് ടു ആസ് എ ടെമ്പറേച്ചർ സെൻസർ whose resistance varies with the temperature. When the temperature changes, resistance of a conductor changes.
This property is used to measure the temperature in RTD. അപ്പോൾ RTDയിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് വയർ ആണ്. അപ്പോൾ നമുക്ക് നോർമലി ഉള്ള ഒരു പ്രോപ്പർട്ടി ആണ്, നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. പക്ഷെ ആ ചേഞ്ച് ഒക്കെ ഓരോ കണ്ടക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. വളരെ ചെറിയ ചേഞ്ചസ് ആയിരിക്കും ചിലതിന് ഉണ്ടാവുക, ചിലതിന് ആ ചേഞ്ചസ് അത്യാവശ്യം വിസിബിൾ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ ഒരു ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പോകുന്നത്. If you want to measure the temperature with a high accuracy, RTD is the ideal solution. Okay, as it has good linear characteristics over a wide range of temperature. Linear characteristics നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് കറക്റ്റ് പ്രപ്പോർഷണൽ ആയിട്ട് തന്നെ റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലാണ് RTDക്ക്. അതുപോലെ തന്നെ they are often used in application that call for the measurement of very high temperature. മെഷർമെന്റിനൊക്കെ മെയിൻ ആയിട്ട് RTD യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയാണ് നമ്മൾ ബേസിക്സ് കേട്ടോ. അപ്പൊ കൺസെപ്റ്റ് എന്താണ്? ഒരു മെറ്റാലിക് വയർ ആ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ മെറ്റാലിക് വയറിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. ഓക്കെ, സ്ട്രക്ചർ നോക്കാം. ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. പല ടൈപ്പ് ഉണ്ട് RTD കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് സ്ട്രക്ചർ മാറും. എന്നാൽ നമ്മളൊരു ജനറൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ മെയിൻ കൺസെപ്റ്റ് എന്താണ്? മെയിൻ കമ്പോണന്റ് ഇതാണ് റെസിസ്റ്റൻസ് എലമെന്റ്. ഇതാണ് നമ്മളുടെ മെക്കാനിക്കൽ വയർ. ഈ മെക്കാനിക്കൽ വയർ ഒരു മൈക്ക ബേസിലേക്ക് ചുറ്റിയെടുത്തിരിക്കുകയാണ്. ഓക്കെ, ചുറ്റിയെടുത്ത് അതിന്റെ രണ്ട് എൻഡും കണ്ട ലീഡ്സ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനൊരു പ്രൊട്ടക്റ്റീവ് കേസിംഗ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറിൽ മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ വൗണ്ടിങ് the resistance wire on a mica base. Correct ആയില്ലേ? The wire is wound like a helical coil on the support to reduce the inductance. കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ഹെലിക്കൽ ആയിട്ട് വൗണ്ട് ചെയ്തെടുക്കുന്നത്. And both the terminal of the wire are brought out of the pipe at the same side. കണ്ടല്ലോ, രണ്ട് ടെർമിനലും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. The coil is protected by a stainless steel case. അപ്പൊ ഇതിനൊരു പ്രൊട്ടക്റ്റീവ് കേസിംഗ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കൺസെപ്റ്റ് വരുന്നുള്ളൂ. ഇനി ഈ വയറിന്റെ എലമെന്റ്സ്, മെയിൻ ആയിട്ട് RTDയുടെ എലമെന്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കോപ്പർ, നിക്കൽ, പ്ലാറ്റിനം. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാനുള്ളത്. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ മെറ്റൽസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൻഡ് പോസസ് പുവർ തെർമൽ സെൻസിറ്റിവിറ്റി. ഓക്കെ, തെർമൽ സെൻസിറ്റിവിറ്റി കുറവാണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ലീനിയർ. നമ്മൾ പറഞ്ഞല്ലോ, ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. അപ്പൊ എല്ലാ കണ്ടക്ടറും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാറുണ്ട്, പക്ഷെ അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും. ഈ കോപ്പർ, നിക്കൽ, പ്ലാറ്റിനം ഇവരിലെല്ലാവരിലും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് അതിനനുസരിച്ച് തന്നെ അവരുടെ റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുഡ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു എലമെന്റ് മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ പ്ലാറ്റിനം ആണ് റെസിസ്റ്റൻസ് തെർമോമീറ്റർ ആയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം മൂന്ന് പേര് കമ്പയർ ചെയ്യുമ്പോഴും പ്ലാറ്റിനത്തിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈറ്റ്. ഇപ്പൊ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഈ വയർ ഉരുകി പോകാൻ പാടില്ലല്ലോ. അപ്പൊ ആ മെറ്റീരിയൽസിന് ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അപ്പൊ അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പ്ലാറ്റിനത്തിൽ ഉണ്ട്. അതുകൊണ്ട് പ്ലാറ്റിനം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ കിട്ടിയല്ലോ. മെയിൻ ഒരു മെക്കാനിക്കൽ വയർ അത്രേനേ ഉള്ളൂ. അതൊരു മൈക്ക ബേസിൽ ഹെലിക്കലായിട്ട് വൗണ്ട് ചെയ്തെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിനൊരു പ്രൊട്ടക്റ്റീവ് കേസിംഗ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇത് തന്നെ, അതായത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ചേഞ്ചസ് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പറഞ്ഞല്ലോ, ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ആവുമ്പോൾ അതിന് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും ചേഞ്ച് ആവും. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, റോ എൽ ബൈ എ. റോ റെസിസ്റ്റിവിറ്റി ആണ്, എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാ. ഇതാണ് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. റോ എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ, എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ വയർ ആൻഡ് എ ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ വയർ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി നമ്മുടെ ഈ റെസിസ്റ്റിവിറ്റി റോ ഉണ്ടല്ലോ, ഇത് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെയും. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് റോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ
ഇവിടത്തെ നമ്മളുടെ എക്സാമ്പിളില് നമ്മൾ ഇതിനു മുൻപ് പൊട്ടൻഷ്യോമീറ്ററും അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു അതായത് അവരുടെ ഏരിയ ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ അവരുടെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെ പലതരത്തിലാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഹെലിക്കൽ കോയിൽ കണ്ടല്ലോ, അതിന്റെ ലെങ്ത്തും ഏരിയയ്ക്കും ഒന്നും ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. എല്ലും എയും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ വരുന്നത്? റെസിസ്റ്റൻസ് ചേഞ്ച് ആവുക എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? റോയിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റെസിസ്റ്റൻസ് ചേഞ്ച് ആവുന്നത്. അപ്പോ സിൻസ് ദ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ദ വയർ റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് RTD ഓപ്പറേഷൻ, the resistance becomes a function of only temperature. Okay. അപ്പൊ റോ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും ആണ്. ആൻഡ് ഈ റെസിസ്റ്റൻസിന്റെ ഇക്വേഷനിൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇവിടെ എല്ലും എക്കും ഒന്നും RTD ഓപ്പറേഷനിൽ ഒരു ചേഞ്ചും വരുത്തണില്ല, വിച്ച് മീൻസ് ആർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റോ. ആൻഡ് ദാറ്റ് റോ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ദ മെറ്റീരിയൽ ആൻഡ് ദ ടെമ്പറേച്ചർ. അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ വിച്ച് മീൻസ് എന്താ? ടെമ്പറേച്ചറിന് മാത്രമാണ് ആർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് റോ ചേഞ്ച് ചെയ്യും, അതിനനുസരിച്ച് നമ്മളുടെ റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടി ഈസ് ഗിവൺ ബൈ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അതങ്ങ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരു അറ്റ് എ ടെമ്പറേച്ചർ ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ആർ ടി ഈസ് ഈക്വൽ ടു R0 ഓഫ് 1 പ്ലസ് ആൽഫ ടി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നോക്കാം. അതിൽ ഈ R0 എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണ്. RT എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ ടി. R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അറ്റ് റെഫറൻസ് ടെമ്പറേച്ചർ. ദെൻ ആൽഫ, ഇതാണ് നമ്മളുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് ആൽഫ. അപ്പൊ റെസിസ്റ്റൻസ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനൊക്കെയാ? ആൽഫ. കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചറിനെയാണ് റെസിസ്റ്റൻസ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ഇതിന് ഓരോ മെറ്റീരിയലിനും ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. So therefore, such metals are best suited for the RTD element that has the highest alpha value. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കൂടുതലായിരിക്കും എന്നൊക്കെ. അപ്പൊ നിക്കലും കോപ്പറും പ്ലാറ്റിനും ആണ് യൂസ് ചെയ്യുക. അതിൽ പ്ലാറ്റിനത്തിന് തന്നെയാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ളതെന്നൊക്കെ. അപ്പൊ ഈ ആൽഫയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഈ ആൽഫ കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? നമ്മളുടെ റെസിസ്റ്റൻസും ചേഞ്ച് ആവും, കൂടുതൽ ചേഞ്ച് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ മെറ്റൽസ് RTDക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റൽസിന് ഷുഡ് ഹാവ് എ ഹയസ്റ്റ് ആൽഫ വാല്യൂ. ഓക്കെ ആണല്ലോ, ഇതാണ് മെയിൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി നമുക്ക് ആ മെറ്റീരിയൽസിനെ പറ്റിയിട്ട്, അതായത് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, RTD കൺസ്ട്രക്ഷന് എല്ലാ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനത്തെ കണ്ടക്ടർ ഒക്കെയാണ് പറ്റാന്ന് നോക്കാം. RTD എലമെന്റ് കൺസിസ്റ്റ് ഓഫ് എ പ്യുവർ മെറ്റൽ whose resistance is directly proportional to change in temperature. പറഞ്ഞു അല്ലെ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും ചേഞ്ച് ആവുന്നവരാണ് നമുക്ക് വേണ്ടത്. The resistance is converted into a voltage signal that represent the proportional temperature value. ഇപ്പൊ ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ആവുന്നു. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് ആക്കി, ഐ മീൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് മാറ്റുന്നത്. ഓൾമോസ്റ്റ് എവറി കണ്ടക്ടർ ഷോസ് എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആസ് എ ടെമ്പറേച്ചർ ചേഞ്ചസ്. നമ്മൾ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് എല്ലാ കണ്ടക്ടറിനും ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ they are not that significant due to their low temperature coefficient. There are certain metals that show properties that offer best performance and linear characteristics. They must possess the following characteristics to be used as an RTD element. അപ്പൊ എന്തൊക്കെയാണ് ഒരു മെറ്റീരിയൽ RTD എലമെന്റ് ആക്കണമെങ്കിൽ വേണ്ടത്? ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം പറഞ്ഞു, അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടാവണം, കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് മസ്റ്റ് ഹാവ് ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് to provide high resistance change per degree of temperature. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കൂടിയാലാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ. ഇറ്റ് മസ്റ്റ് ഹാവ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റൻസ്. ഇപ്പൊ റെസിസ്റ്റൻസിന് ടെമ്പറേച്ചറും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞത്, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് പ്രപ്പോർഷണൽ ആയിട്ട് തന്നെ റെസിസ്റ്റൻസും ചേഞ്ച് ആവണം. ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് റിപ്പീറ്റബിലിറ്റി, അതായത് നമ്മൾ ആ ലോ ഹിസ്റ്ററീസസ് ഒക്കെ പറഞ്ഞില്ലേ, അതായത് സെയിം റെസിസ്റ്റൻസ് സെയിം ടെമ്പറേച്ചറിൽ പലതവണ വന്നു കഴിഞ്ഞാലും ആ റെസിസ്റ്റൻസിന് പല വാല്യൂസ് ഒന്നും കിട്ടാൻ പാടില്ല. ഓക്കെ, റെസിസ്റ്റൻസ് മസ്റ്റ് നോട്ട് ചേഞ്ച് ഫോർ ദ സെയിം ടെമ്പറേച്ചർ ഓവർ എ സ്പാൻ ഓഫ് ടൈം. ഇറ്റ് മസ്റ്റ് ബി ഡ്യൂറബിൾ ആയിരിക്കണം, ആ മെറ്റീരിയൽ ചീത്തയായി പോകാൻ പാടില്ല, ഡ്യൂറബിൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ദ ടെമ്പറേച്ചർ ദാറ്റ് ഇസ് ബീങ് മെഷേർഡ്. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ആദ്യത്തെ എന്താ? ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വേണം. അടുത്തത് നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഈ രണ്ടെണ്ണം, ലീനിയർ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത്.
ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് റെസിസ്റ്റൻസും ചേഞ്ച് ആവണം. അതാണ് ലീനിയർ റിലേഷൻഷിപ്പ്. റിപ്പീറ്റബിലിറ്റി വേണമെന്ന് പറഞ്ഞാൽ സെയിം ടെമ്പറേച്ചറിൽ പലതവണ നോക്കുമ്പോൾ പല വാല്യൂസ് ആവാൻ പാടില്ല റെസിസ്റ്റൻസിന്. അപ്പൊ റെസിസ്റ്റൻസ് മസ്റ്റ് നോട്ട് ചേഞ്ച് ഫോർ ദ സെയിം ടെമ്പറേച്ചർ ഓവർ എ സ്പാൻ ഓഫ് ടൈം. ഇറ്റ് മസ്റ്റ് ബി ഡ്യൂറബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, ഇത്രയും ഉണ്ടാവണം. ഒരു ചെറിയൊരു ഡയഗ്രാം, ഇതൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആൾക്കാരുണ്ടല്ലോ, നിക്കല്, കോപ്പർ, പ്ലാറ്റിനം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പ്ലാറ്റിനം ആണ് കൂടുതലും ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്, ഇത് അവരുടെ റെസിസ്റ്റൻസ് ചേഞ്ച് ആണ്. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ, ഓൾമോസ്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ളത് പ്ലാറ്റിനത്തിനാണ്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതും പ്ലാറ്റിനത്തിനാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് മെറ്റീരിയൽസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, RTD എന്താന്ന് പറഞ്ഞു, അതിന്റെ സ്ട്രക്ചർ നോക്കി, വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കി, മെറ്റീരിയൽ നോക്കി. ഇപ്പൊ 4 സെക്ഷൻ കഴിഞ്ഞു. ഇനി 5ാമത്തെ സെക്ഷൻ എന്താണ്, ടൈപ്സ് ആണ് കേട്ടോ. RTD ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ. ഇതാ ഇങ്ങനെയാണ് ശരിക്കും ഒരു RTD ഉണ്ടാവട്ടെ. അത് പലതരത്തിലുണ്ട്. അപ്പൊ അതിൽ ഒരു ടൈപ്പാണിത്. ആ ടൈപ്പിന്റെ പേരാണ് തിൻ ഫിലിം RTD. ഓക്കെ, തിൻ ഫിലിം RTD റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് മെയ്ഡ് ബൈ ഡെപ്പോസിറ്റിംഗ് എ തിൻ ലെയർ ഓഫ് ദ ടെമ്പറേച്ചർ സെൻസിറ്റീവ് മെറ്റീരിയൽ ലൈക്ക് നിക്കൽ, പ്ലാറ്റിനം, കോപ്പർ ഓൺ ദ ഇൻസുലേറ്റിംഗ് സബ്സ്ട്രേറ്റ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമാണ് തിൻ ഫിലിം RTD. തിൻ ഫിലിം RTDയിൽ നമ്മളിപ്പോ ഏത് വയർ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ അവരുടെ വെരി തിൻ ലെയർ ആണ് ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഒരു ഇൻസുലേറ്റിംഗ് സബ്സ്ട്രേറ്റുമേ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ദിസ് മെറ്റീരിയൽ ഇസ് കാർവ്ഡ് ഇൻ ടു എ പാറ്റേൺ ടു മീറ്റ് ദ റിക്വയർഡ് ടെമ്പറേച്ചർ. The terminals are then attached to the element and a protective sheet covers the element to protect it. Thin film RTD have wide range of application in ഓട്ടോമൊബൈൽസിലും മെഡിക്കൽ തെർമോമീറ്ററിലും ഓക്കെ നമ്മൾ മെഡിക്കൽ തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ് പ്രോസസ് പ്ലാന്റ് ഇൻസ്ട്രുമെന്റേഷൻ ഇവരിലൊക്കെ യൂസ് ചെയ്യുന്നത് RTD യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞ സ്ട്രക്ചർ. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട മെക്കാനിക്കൽ വയർ ഒരു മൈക്ക ബേസിൽ ചുറ്റിയെടുത്തിട്ട് അതിന്റെ ലീഡ്സ് പുറത്തേക്ക് എടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ അതിന് പകരം എന്താ, ഒരു ഇൻസുലേറ്റിംഗ്, അടിയിൽ കാണുന്ന ഒരു ഇൻസുലേറ്റിംഗ് സർഫസ് ആണ്. അപ്പൊ അതില് ഒരു വെരി തിൻ ലെയർ ഓഫ് ഈ മെറ്റീരിയൽ, അതായത് പ്ലാറ്റിനോ കോപ്പറോ എന്തെങ്കിലും അവിടെ നിക്കലോ, അവിടെ ഒരു ചെറിയൊരു തിൻ ലെയർ ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ലീഡ്സ് ഔട്ട് എടുത്തിട്ടുണ്ട്. ദെൻ അതിനെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് പിക്ചർ. ആ ഒരു ഐറ്റം ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്താ, തിൻ ഫിലിം RTD. അപ്പൊ അടുത്ത കാറ്റഗറിയാണ് ഇതാണ് വയർ വൗണ്ട് RTD എന്ന് പറയും. ഓക്കെ, നമ്മളിപ്പോ കാണിച്ച ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ തുടക്കത്തിൽ കാണിച്ചത് അതൊക്കെ ഇതിൽ പെടുന്നതാണ്, വയർ വൗണ്ട് RTDയിൽ പെടുന്നതാണ് കേട്ടോ. അപ്പൊ ദ എലമെന്റ് ഓഫ് വയർ വൗണ്ട് RTD ഈസ് മെയ്ഡ് ഓഫ് എ ഹെലിക്കൽ കോയിൽ. നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഹെലിക്കൽ കോയിൽ ആണുള്ളത്. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസൈൻ ടൈപ്പ്. ഓക്കെ, ദ വയർ വൗണ്ട് എലമെന്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഇൻ 2 ടൈപ്സ്. അപ്പൊ ഇത് അഗെയിൻ 2 ടൈപ്പിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യത്തേന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട മെത്തേഡ് കേട്ടോ. ഫസ്റ്റ് കാണിച്ച പിക്ചർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ മെറ്റാലിക് വയർ ഒരു മൈക്ക ബേസിലോ അതിലേതെങ്കിലും വൗണ്ട് ചെയ്ത് വെക്കുന്നു. ദെൻ അതൊരു ഇൻസുലേറ്റിംഗ് സർഫസ് കൊണ്ട് അതിനെ കവർ ചെയ്തിരിക്കുന്നു. ഓക്കെ, the most common design type is that wound element is packaged inside the insulating as well as the protective sheet. The insulating material ceramic is used. നമ്മൾ പറഞ്ഞ മെത്തേഡാണിത്. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എലമെന്റ് വൗണ്ട് അറൌണ്ട് ആൻ ഇൻസുലേറ്റിംഗ് കോർ വിത്ത് ആൻ അഡീഷണൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കവറിംഗ് ദ എലമെന്റ്. ദ സ്ട്രക്ചർ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. അതായത് നേരത്തെ ഒരു ഇതിനുള്ളിലൊക്കെയാണ് നമ്മൾ വൗണ്ട് ചെയ്തിരിക്കുന്നത്, ഇതൊരു പുറത്ത് മെറ്റീരിയലിന്റെ ഒരു എലമെന്റ് വൗണ്ട് അറൌണ്ട് ഒരു ഇൻസുലേറ്റിംഗ് കോറിന്റെ ചുറ്റിനും ഈ എലമെന്റ് വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കവറിംഗ് ആയിട്ട് ഒരു ഗ്ലാസ് അഡീഷണൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും കൊടുത്തിരിക്കുന്നു. ഇതുപോലെ ഇരിക്കും കേട്ടോ വയർ വൗണ്ട് RTDക്ക്. ഇതുപോലെ ഒരു ഇൻസുലേറ്റിംഗ് സെറാമിക് ബോബിൻ അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് കോറിന്റെ ചുറ്റുമായിട്ട് ഈ എലമെന്റ് വൗണ്ട് ചെയ്തിരിക്കുകയാണ്. വൗണ്ട് ചെയ്ത് ലീഡ്സ് ഔട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് കൊടുക്കും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ടൈപ്സ് ഓഫ് RTD. അപ്പൊ നമ്മൾ മേജർ
ടൈപ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. തിൻ ഫിലിം RTDയും വയർ വൗണ്ട് RTDയും പറഞ്ഞു. ഇനി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് നോക്കാനുള്ളത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയില്ലേ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ട്. ദേ ആർ ഹൈലി റിപ്പീറ്റബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ആ ഹിസ്റ്ററീസിന്റെ എഫക്ട്സ് കുറവായിരിക്കും, ഹൈ റിപ്പീറ്റബിൾ ആണ്. ഹൈ ടെമ്പറേച്ചറിലായിക്കോട്ടെ ഹൈലി റിപ്പീറ്റബിൾ ആണ്. അതുപോലെ തന്നെ ഈ കൊറോഷൻ, നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഓരോന്ന് വരുമ്പോഴുള്ള കൊറോഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും കുറവായിരിക്കും ഇതിൽ. ദേ ആർ റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് ബെസ്റ്റ് ഫോർ എക്സ്ട്രീം. ഏത് ടൈപ്പ് എൻവയോൺമെന്റിലും എക്സ്ട്രീം ആയിരിക്കും. അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നുള്ളത്. ആക്യുറസി കൂടുതലാണ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. സ്റ്റേബിൾ ആണ് ആൻഡ് ഹാസ് എ ലോങ് ലൈഫ് സ്പാൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ മെഷർമെന്റ്. ദെൻ ഇതിന്റെ കൺസ്ട്രക്ഷനും ഇൻസ്റ്റലേഷനും റീപ്ലേസ്മെന്റ് ഒക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ ഡിഫറൻഷ്യൽ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് മെഷർ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓക്കെ ആണല്ലോ. അഡ്വാൻറ്റേജസ് കുറച്ച് പറഞ്ഞു നമ്മൾ. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടെ നോക്കാം. അതായത് ഇതിന് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ആക്റ്റീവ് അല്ല, അതിന് പാസീവ് ആണ്. കറണ്ട് സോഴ്സ് വേണം അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അപ്പൊ കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി, അപ്പൊ അതിന്റെ ബാറ്ററിന്റെ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ആക്യുറസി ഉണ്ടാവുക. ദെൻ സെൽഫ് ഹീറ്റിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. ഹീറ്റ് ഇസ് ജനറേറ്റഡ് ഇൻ ദ എലമെന്റ് വിച്ച് ഇൻഫ്ലിക്ട്സ് എറർ ഇൻ ദ മെഷർമെന്റ്, thus affecting the accuracy. ഓക്കെ, അപ്പൊ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, സെൽഫ് ഹീറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആക്യുറസിക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ചില സമയത്ത്. അതുപോലെ സൈസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അനേബിൾ ടു സെൻസ് ടെമ്പറേച്ചർ അറ്റ് സ്മോൾ പോയിന്റ്സിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ഫിസിക്കൽ ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. ലിമിറ്റഡ് ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് റേഞ്ച് ആസ് കമ്പയർ ടു തെർമോകപ്പിൾ. അടുത്ത കാറ്റഗറിയാണ്. അവർക്ക് ഇതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് റേഞ്ച് ഉണ്ട്. അപ്പൊ ഇതിനെ അത് കമ്പയർ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ആണ്. ദെൻ അതുപോലെ ഇവരുടെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ് കേട്ടോ തെർമോകപ്പിളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇറ്റ് ഹാസ് എ കോംപ്ലക്സ് ഓപ്പറേറ്റിംഗ് സർക്യൂട്ടറി ഓർ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്. ഇറ്റ് റിക്വയർസ് എൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ടു ഓപ്പറേറ്റ് സച്ച് ആസ് ബ്രിഡ്ജ് സർക്യൂട്ട് വിത്ത് എ പവർ സപ്ലൈ. അപ്പൊ ബ്രിഡ്ജ് സർക്യൂട്ട്, ഒരു എക്സ്റ്റേണൽ അഡീഷണൽ സർക്യൂട്ടിന്റെ ആവശ്യം ഉണ്ടാവും ഇതിന് വർക്കിങ്ങിന് വേണ്ടിട്ടോ. അപ്പോഴും സെൻസിറ്റിവിറ്റി കുറവാണ്, നമ്മൾ മുന്നിൽ പറഞ്ഞതാണ്. റെസ്പോൺസ് ടൈമും കുറവാണ്. അപ്പൊ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ അത്യാവശ്യം അഡ്വാൻറ്റേജും നോക്കി, ഡിസഡ്വാൻറ്റേജും നോക്കി. ഇനി അപ്ലിക്കേഷനും കൂടെ നോക്കാം, അപ്പോഴാണ് കംപ്ലീറ്റ് ആവുക. എവിടെയൊക്കെയാണ് ഈ ഒരു RTDs യൂസ് ചെയ്യുന്നത്? അപ്പോ ഇറ്റ് ഈസ് യൂസ്ഡ് വേർ ടെമ്പറേച്ചർ കൺട്രോൾ ഇസ് ഇമ്പോർട്ടന്റ്. Used in remote areas where it is difficult to get access. Okay, remote areasലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ it is used to measure the temperature of the engine and the air intake in automotive. അപ്പോൾ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ എഞ്ചിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനും എയർ ഇൻടേക്ക് ചെക്ക് ചെയ്യാനും ഒക്കെയാണ്. Different industrial process such as food handling, manufacturing. Then it is used to monitor the temperature. ഇങ്ങനെ പല സ്ഥലത്തും ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് പവർ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ, മിലിറ്ററി ഇലക്ട്രോണിക്സ് യൂസ് RTD. ഓക്കെ, മെഡിക്കലോ മിലിറ്ററിയോ പവർ ഇലക്ട്രോണിക്സോ ഒക്കെ RTD യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഫോർ ടെമ്പറേച്ചർ മെഷർമെന്റ്. താങ്ക് യു. അപ്പൊ ഇത്രയാണ് കൺസെപ്റ്റ് കേട്ടോ. നമ്മൾ RTD പറഞ്ഞു, RTDയുടെ തെർമൽ സെൻസേഴ്സ് എന്താണെന്ന് ആദ്യം പറഞ്ഞു. ദെൻ RTD എന്താണെന്ന് പറഞ്ഞു, RTDയുടെ സ്ട്രക്ചർ, ദെൻ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കി. പിന്നെ മെറ്റീരിയലിനെ പറ്റിയിട്ട് പറഞ്ഞു, ടൈപ്സ്, തിൻ ഫിലിം RTD, വയർ ബൗണ്ട് RTD, ദെൻ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അപ്ലിക്കേഷൻ. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.